ന്യൂസ് 16 കേരള. ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗത്തിലെ സൈനികർക്ക് അറബി ഭാഷയും ഇസ്ലാമിക പഠനവും നിർബന്ധമാക്കി. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗത്തിലെ സൈനികർക്ക് അറബി ഭാഷയും ഇസ്ലാമിക പഠനവും നിർബന്ധമാക്കി. ഇസ്രായേലി പ്രതിരോധ സേനയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2023 ഒക്ടോബർ 7-നുണ്ടായ ഇന്റലിജൻസ് പരാജയത്തെ തുടർന്നാണ് നടപടിയെന്ന് സൈനിക വക്താവ് വ്യക്തമാക്കി. അടുത്ത വർഷം അവസാനത്തോടെ ഉദ്യോഗസ്ഥരിൽ 100% പേരും ഇസ്ലാമിക പഠനത്തിൽ പരിശീലനം നേടും. 50% പേർ അറബി ഭാഷയിലും പരിശീലനം നേടും. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ വിശകലന ശേഷി ശക്തിപ്പെടുത്താനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാതെ അറബി ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനായി പുതിയ വകുപ്പുണ്ടാക്കുമെന്നും സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാടിനെതിരെ അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തി. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിനിരയായവരുടെ മുഖത്തടിക്കുന്നത് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു. ഭീകരവാദത്തെ പിന്തുണക്കുന്നതാണ് ഫ്രാൻസിന്റെ തീരുമാനമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് ചരിത്രത്തിലെ കറുത്ത ഏടാണിതെന്നും ഭീകരവാദത്തിനുള്ള സഹായമാണെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം ഫ്രാൻസിന്റെ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്തു. പലസ്തീനെ രാജ്യമായി അംഗീകരിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ആണ് പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് പ്രതിനിധി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.